എനിക്കിപ്പോ രസകരമായിട്ട് തോന്നുന്ന ഒറ്റ മുഖത്തേ ഉള്ളൂ, കസേര കളി. ഞാനത് കള്ളം പറയണം. പക്ഷെ അമ്മ ഏട്ടനോട് വന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പറയുള്ളൂ. എടാ അമ്മേനെ വിടണ പാവടാ. അതെ വിട്ടതാ. അവൻ അവന്റെ ഇഷ്ടത്തിനും ജീവിക്കുന്നു, ഞാൻ എന്റെ ഇഷ്ടത്തിനും ജീവിക്കുന്നു, അത്രയുള്ള എതിർക്കാം. ആരും അനുസരിക്കേണ്ട കാര്യമില്ല. വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി. ഈ ഞാൻ ഇന്റർവ്യൂസ് കാണുമ്പോൾ എങ്ങനെ സാധാരണ സന്തോഷം വരാറുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഞാൻ എടുത്തിട്ട് എന്റെ ഇന്റർവ്യൂവിന് കാണാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പ്രൊഡ്യൂസർ ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. സെൻട്രലിൽ ഇരിക്കണമുണ്ട്, എല്ലാ ചീത്തയും ഞാൻ കേൾക്കണം. ഇടക്കിടക്ക് വീട്ടിൽ പോയി വിളിച്ചിട്ട് പിന്നിട്ടാ ഇന്റർവ്യൂ എടുക്കുന്ന ആളാ. ഞാൻ നിർത്തി കേട്ടോ. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്. ഹലോ, നമസ്കാരം. ഇന്നലെ ഇന്റർവ്യൂ എടുത്തു, പ്രേക്ഷകരെല്ലാം കണ്ടു. പക്ഷെ അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എവിടെ എൻ്റെ കൂട്ടുകാരൻ ധ്യാൻ എവിടെ ഒന്ന് ധ്യാനിക്കുന്നത് ധ്യാൻ. പിന്നെ സെറ്റ് പ്രോപ്പർട്ടി ഷർട്ട് മാത്രം മാറിയിട്ടുണ്ട്. ഈ ക്യാമറ 2 ഷോട്ടും അതിന്റെ സെപ്പറേറ്റ് ക്ലോസും അല്ലേ? ഇല്ല ഇല്ല ഇല്ല, എല്ലാവരും ക്ലോസ് ഉണ്ട് കേട്ടോ, എല്ലാവരും ക്ലോസ് ഉണ്ട്. എന്നാ പിന്നെ എന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയാ പോരെ? അല്ല അത് പോരെ, അത് മതിയോ? ഞങ്ങൾ ഇന്നലെ വന്നതല്ലേ, അത് മതിയോ? നമുക്ക് പുതിയതായിട്ട് എന്താ പറയാ? ഞാനും പുതിയതായിട്ട് നമ്മളെ ദുബായിലെല്ലാം പറഞ്ഞല്ലേ. ഇപ്പൊ മനസ്സിലായല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ. കഥ ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ? അല്ല ഞാൻ പറയില്ല, എന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടില്ല. അത് നമ്മളെല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞു. പ്രേക്ഷകർ മുമ്പിൽ പറഞ്ഞു തരാൻ നമ്മൾ എഡിറ്റ് ചെയ്തുള്ളൂ, ഒന്നും നമ്മൾ പുറത്തു വിട്ടിട്ടില്ല. ഈ ഏതോ ഒരു ബിറ്റ് അവസാനം എന്തോ പോയില്ലേ? ഇല്ല, ആരും അഭിനയിക്കേണ്ടതായിരുന്നു. ഞങ്ങളുടെ കൂടെ അല്ലാത്ത സമയത്ത് ഇന്റർവ്യൂ ചെയ്യണ്ട ഈ പടം ഇറങ്ങുന്നവരെ ധ്യാനെ. അല്ല, ധ്യാൻ നാളെ കോഴിക്കോട് പോവല്ലേ, പിന്നെ ഞാൻ മുക്കത്ത് പോകുന്നുണ്ട്. ലോക്കൽ ചാനലിൽ വരും അവിടെ. സംസാരിച്ചവരോട് എന്ത് സംസാരിക്കാൻ? ഇന്നലെ സംസാരിച്ചോട് കംപ്ലീറ്റ് ഒന്നും സംസാരിക്കും. ധ്യാൻ മൊത്തം ഇവരോട് ചോദിച്ചാൽ മതി. ധ്യാനാണ് അങ്ങനെയാണ് സൗകര്യമല്ലേ? ഞാൻ ചോദിച്ചാൽ മതി. ഒന്നുമില്ല, ഇന്ന് ഒരു പാട്ടിറങ്ങി ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ നോക്കുമ്പോൾ 1.5 ലക്ഷം പേരായി. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ 2 മണിക്കൂറുണ്ട്. അപ്പോൾ ആ സോങ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നിവിനെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇന്നലെ എൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞു ഇവരെല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഇതിന് ചെയ്തു എന്നുള്ളൂ. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകും എന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഒരു മാറ്റമില്ല. മലയാള സിനിമയുടെ നല്ല കാലമാണിപ്പോൾ. അതിൽ ആ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആകട്ടെ, തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ എന്തായാലും ഞാനെക്കുറിച്ച് ഇന്നലെ ഇവർ കുറച്ച് പറഞ്ഞു. ഞാൻ വളരെ അധ്വാനിച്ച് ചെയ്ത ഒരു സിനിമയാണെന്ന് പറഞ്ഞു. ആ അധ്വാനം എങ്ങനെയാണ്? ചേട്ടന് വേണ്ടി അധ്വാനിച്ചതാണോ? ഡെഫിനറ്റ്ലി. അത് നമ്മള് എനിക്കൊന്നും ആ സിനിമയിൽ വന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ബേസിലായിക്കോട്ടെ, ഏട്ടൻ്റെ പടം. കാരണം അത് ഏട്ടൻ്റെ പടം എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ആ സിനിമയോടുള്ള ഏറ്റവും വലിയ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ പടം. അത് ആ രീതിയിൽ നമുക്ക് ഭയങ്കര പേഴ്സണലാണ്. എനിക്ക് പ്രത്യേകിച്ച്, കാരണം നമ്മൾ 10 വർഷത്തിന് ശേഷം തിര കഴിഞ്ഞിട്ട് 2013 തിര കഴിഞ്ഞ് 2023 ഇന്നൊരു സിനിമ ചെയ്യുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏട്ടൻ്റെ പടത്തിൽ, വർഷങ്ങൾക്ക് ശേഷം ബേസിലിൻ്റെ കൂടെ, വർഷങ്ങൾക്ക് ശേഷം അളിയൻ്റെ കൂടെ, എന്ന് വെച്ചാൽ നമ്മൾ 2019 കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും 5 വർഷത്തിന് ശേഷം വീണ്ടും ഒരു സിനിമ, ബേസിലിൻ്റെ കൂടെ ഒരു 9 വർഷത്തിന് ശേഷം. അപ്പം പലരുടെയും കൂടെ, നീരജിൻ്റെ കൂടെ വർഷങ്ങൾക്ക് ശേഷം, നിവിൻ്റെ കൂടെ എനിക്ക് മലയാളം ചെയ്തു. അപ്പം എല്ലാ രീതിയിലും വളരെ പേഴ്സണലാണ് നമുക്ക് ഈ സിനിമ. അപ്പോൾ അപ്പൂനെ എനിക്ക് പരിചയമില്ലെങ്കിലും വന്നതിന് ശേഷം അപ്പുമായിട്ട് ഭയങ്കര ഒരു സൗഹൃദം ഉണ്ടായി. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ ഒരു എന്താ പറയണ്ടേ, ഒരു ലൈക്ക് ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മളൊരു ഗ്യാതറിങ് അല്ലെങ്കിൽ ആ റിയൂണിയൻ പോലെ ഫീൽ ചെയ്തു. അപ്പം എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര, ഇപ്പം ഞാൻ കഥ കേട്ടിട്ടില്ലാത്ത സമയത്ത് എന്നോട് ആദ്യം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ആ കൂട്ടത്തിൽ ഒരാൾ, അല്ലെങ്കിൽ അത് എന്ത് റോളാണെങ്കിലും ഏട്ടൻ വിളിക്കുന്നു ഏട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ക്യാരക്ടർ ഒന്നും അറിയണ്ട. കാരണം ബേസിൽ അങ്ങനെ തന്നെയാണ്, ബേസിലൊക്കെ വന്നത് അങ്ങനെയാണ്. ബേസിന് ക്യാരക്ടർ പറഞ്ഞോണ്ട് കഥ അറിയില്ല. ഞാനും ഇനീഷ്യലി കമ്മിറ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഇനീഷ്യലി ഇത് ചെയ്യാൻ പറയുമ്പോഴും കഥയോ ഒന്നും അറിയില്ല. ഏട്ടൻ്റെ പടത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ദോഷം.
പിന്നെയാണ് അളിയൻ പറഞ്ഞപ്പോഴാണ്, വിശാഖ് പറഞ്ഞപ്പോഴാണ് ഇതിലിങ്ങനെ ഒരു മെയിൻ ലീഡ് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടേഴ്സിൽ ഒന്നാണെന്ന് അറിയുന്നത്. അതും അപ്പു. അപ്പോഴും ഞാൻ വിചാരിച്ചാൽ അപ്പു കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ സ്വാഭാവികം. കാരണം എന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പരിപാടി അപ്പം പിന്നെയാണ് അറിയുന്നത് അപ്പുവും ഒരു ഫ്രണ്ട്ഷിപ്പ്, രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ വീണ്ടും ആലോചിച്ചു, ഇത് എന്തിനാണ് എന്നെ വെച്ച് വീണ്ടും, അങ്ങനെ പല ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. പിന്നെയാണ് പറഞ്ഞത് ഒരു കമ്മിങ് ഓഫ് ഏജ് അല്ലെങ്കിൽ ഇത്രയും കാലഘട്ടം ഇത്രയും ലുക്ക് മേക്ക് ഒരു സമയത്താണ് പിന്നെ വിളിച്ചിട്ടാണ് പറയുന്നത് മേക്ക് ഓവർ 10ാം ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം അതൊരു പിന്നീടൊരു ചലഞ്ച് അങ്ങനെ. കാരണം കുറേ കാലമായിട്ട് തടി വണ്ണം വെച്ച് നിൽക്കുന്ന സമയത്ത് അപ്പോൾ എന്തിന് വീണ്ടും എന്നെ വെച്ച് എന്നുള്ള ചോദ്യം, എന്നോട് ചെന്നുള്ള ചോദ്യം ഏട്ടനോട് പലരും ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വണ്ണം വെച്ചിരുന്ന സമയത്ത് ഏട്ടൻ വേറെ 1-2 സ്ഥലത്ത് കഥ പറയാനൊക്കെ പോയപ്പോൾ അവർ ചോദിച്ച ആദ്യത്തെ ചോദ്യം അതായിരുന്നു, ധ്യാൻ 10ാം ക്ലാസ് എന്നൊക്കെ ചിഹ്നമൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അവിടെയൊക്കെ പല ചോദ്യങ്ങളും എൻ്റെ മുന്നിൽ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടില്ല, അവൻ തടി കുറച്ചിട്ട് വരും. കാരണം ഞാൻ നല്ല വണ്ണമുള്ള സമയത്താണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വണ്ണത്തിലുള്ള സമയത്ത് 10ാം ക്ലാസ് ക്യാരക്ടറെല്ലാം പെട്ടെന്ന് മെലിഞ്ഞ് ആ ഒരു കോലത്തിലേക്ക് ഷോർട്ട് നോട്ടീസിൽ അല്ലെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ, ഷോർട്ട് നോട്ടീസ് അല്ല, എനിക്കൊരു 7-8 മാസം സമയം തന്നു. പക്ഷേ എന്നിട്ട് ഞാൻ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെയും പലരുടെയും മുന്നിലായിട്ട് ഇങ്ങനെ മറ്റേ ചോദ്യചിഹ്നം പോലും നിന്നിട്ടുണ്ടാവണം, എങ്ങനെ തടി കുറക്കുന്നുള്ള. തടിയായിരുന്നു പ്രധാന ഒരു കൺസേൺ. കാരണം ഇത്രയും കാലഘട്ടമുണ്ട്, ഇത്രയും ഇതുണ്ട്. അപ്പം സെക്കൻഡ് ഹാഫിൽ കുറച്ച് വണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ആ ക്യാരക്ടർ ആ ഒരു ഏജ് ആയിട്ടുള്ള സാധനത്തിന് കുറച്ച് വണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതിൽ ഓക്കെ ആയിരുന്നു. അപ്പം അതിൽ പക്ഷേ അതും ആ ഏജ് ഇങ്ങനെ പ്ലേ ചെയ്യും, അത് വലിയൊരു കൺസേൺ ആയിരുന്നു. അപ്പോൾ അതിന് വണ്ണം ഓക്കെ ആയിരുന്നെങ്കിൽ പോലും ഏജ് എങ്ങനെ പ്ലേ ചെയ്യുന്നുള്ളൊരു കൺസേൺ ഉണ്ട്. മറ്റേത് അപ്പോൾ ഒരു രീതിയിലും ഞാൻ നടക്കുന്നില്ല, ഞാൻ ഫിറ്റ് അല്ല ഈ റോള് ചെയ്യാൻ. മിസ്കാസ്റ്റ് ആണ് എൻ്റെ പെർസ്പെക്റ്റീവ്. കാരണം മിസ്ഫിറ്റ് ആണ്, ഫിസിക്കലി അൺഫിറ്റ് ആണ്, മിസ്കാസ്റ്റ്. അപ്പം ഞാൻ വെച്ചാൽ എന്തിന് ഇങ്ങനെ ഒരു എന്നെ നന്നാക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ എന്നെ വെച്ചിട്ട് എന്താണ് ഇങ്ങനെ ഒരു ഗ്യാമ്പിൾ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇതില്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഇല്ലെങ്കിൽ അപ്പു ഞാൻ നിവിൻ ഇല്ലെങ്കിൽ ഇതിൽ പടമില്ല എന്നൊക്കെ. അപ്പോഴും എൻ്റെ ചിന്ത എന്തുകൊണ്ടായിരിക്കാം. അപ്പം എനിക്കറിയില്ല അതിൻ്റെ ഉത്തരം ഒന്ന് പറയാം. പിന്നെ തീർച്ചയായിട്ടും പറയണം, അതിന്റെ ഉത്തരം കറക്റ്റായിട്ട് പറയണം. എന്തുകൊണ്ട് ഒരു ചോദ്യത്തിന് ഇട്ടമാണ് ഇതൊക്കെ നമുക്ക് പടം റിലീസായി അടുത്ത ദിവസം ഞാൻ എന്തുകൊണ്ടെന്നുള്ള പറയാം, എക്സ്പ്ലനേഷൻ പറയാം. കാരണം എനിക്കതിന്റെ ചോദ്യത്തിനും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ സിനിമ ഏറ്റവും മോശം കോലത്തിലിരുന്ന സമയത്താണ് ഇങ്ങനെ സിനിമ ഏട്ടൻ പറയുന്നത്. കാരണം അതും തടി കുറയ്ക്കുന്ന യാതൊരു ഉറപ്പുമില്ല. അല്ല, ഞാൻ ഇന്നലെ ചോദിച്ചു തടി കുറയ്ക്കുന്ന കുറിച്ച്. ചോദിച്ചപ്പോൾ ചേട്ടൻ വിളിച്ച് നിങ്ങൾ തമ്മിലൊരു സംസാരം ഉണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അല്ല നമ്മുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട്. നമ്മള് അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഒക്ടോബറിൽ ഷൂട്ട്, ഓഗസ്റ്റിലെ മാസം അവസാനം ഓണം, ഓഗസ്റ്റ് വരെ തടി കുറഞ്ഞിട്ടില്ല. ഈ സെപ്റ്റംബർ 1 മാസം കൊണ്ട് എവിടെ തടി കുറയാൻ പോകുന്നു. അതിന്റെ ഇടയ്ക്ക് ഓണസദ്യയും കഴിച്ചു. അതിൽ അന്നും അവിടെ ഉണ്ടായിരുന്നു. ഹൈദർക്കയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. വീഡിയോ കണ്ടിട്ട് അന്നും അവിടെ ഒരു ഭാരമായിട്ട് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ കസേര കളി പരിപാടി അറേഞ്ച് ചെയ്തു. അപ്പോ ആ വീഡിയോ നമ്മൾ കസേര കളിച്ചത്, ആ വീഡിയോ അജു വിശാഖിന് അയച്ചു കൊടുത്തു. വിശാഖ് ഏട്ടന് അയച്ചു കൊടുക്കുന്നു, എനിക്ക് കോള് വരുന്നു. അപ്പം ഒരു ചെയിൻ പോലെയാണ് അത് പോയിരിക്കുന്നത്. അപ്പം വിശാഖ് ദിവ്യ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ തടി കുറക്കുന്നതിന്റെ പേരിൽ ഉടക്കിന്ന് വെച്ചാൽ ഞാൻ ഏട്ടൻ വിളിച്ചു, കാര്യം പറഞ്ഞു, ഇത് തരണം കുറക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ആ പടത്തിൽ അറിയാലോ, ആ പടത്തിൽ ഞാൻ പോലീസായിട്ട് അഭിനയിക്കുക, വേറെ ആളെ വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ക്യാരക്ടർ പിടിച്ചതാണ് പെട്ടെന്ന്. ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ആലോചിച്ചേ നീ വേറെ ആളെ വെക്കോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞും പോയി. പിന്നെ ഏട്ടനൊരു മെസ്സേജ് ഒക്കെ അയച്ചു. അപ്പം ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഹാർട്ട് ഫെൽറ്റ് മെസ്സേജ് ഒക്കെ അയച്ചു. ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ദിവ്യ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇതിനൊക്കെ പ്രശ്നക്കാരൻ. അപ്പൊ വിശാഖ് എന്നോട് പറഞ്ഞു, അളിയൻ എന്നോട് പറഞ്ഞു, അളിയന്റെ കസേര കളി നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു എന്നോട്. തമാശയല്ലേ. ദിവ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ വിശാഖ അയച്ചെന്ന് എനിക്കറിയാം, കസേര കളി കാണാൻ വേണ്ടി. ഓ, ഇവിടെ ആരും കസേര കളിയുണ്ട്, അവൻ മനഃപൂർവ്വം നിന്റെ അടി വാങ്ങാതെ കാണിക്കാൻ പരാതിയായിട്ട് അയച്ചതാണ്. അപ്പൊ പാര പോയിരിക്കുന്നത് നൻപനാണ്, അല്ല പാര വെച്ചത് നിങ്ങൾ. അപ്പൊ എല്ലാരും ഒരുമിച്ചുള്ള ഒരു വേദി ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് കൃത്യമായിട്ട് പറയണമല്ലോ. പറയാതെ ഇവിടെ അജും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചെയിൻ ഇങ്ങനെ എന്നെ കസേര കളിപ്പിച്ച് അത് വീഡിയോ അയച്ച് അത് അപ്പൊ തന്നെ. എന്റെ ഏറ്റവും രസം അറിയാമോ, നമ്മള് കസേര കളിക്കുന്നു, അത് നിങ്ങൾ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്, ഇന്റർനെറ്റിന് പോലും.
അത് നമ്മുടെ ഒരു കമ്പനിയുടെ പ്രത്യേകതയാണ്. അത് പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ആളുകൾ. സത്യം പറയില്ലേ, അന്നത്തെ ദിവസം ഏട്ടൻ പറഞ്ഞ അനുസരിച്ച് ഈ പടം നടക്കില്ല. അങ്ങനെ ഒരു സിനിമ തന്നെ നിങ്ങൾ ഇല്ലാതാക്കി. ഇന്റർവ്യൂ വേണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ സെറ്റ് വർക്ക് നടന്ന് ഏകദേശം 1.5-2 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തു. ആ 2 കോടി രൂപ നഷ്ടപരിഹാരം ഞങ്ങൾ തരേണ്ടി വന്നു. ഇപ്പൊ 10 കോടി 100 കോടിയിലേക്ക് എത്താൻ പോകുന്നു. അതുകൊണ്ട് ആ കസേരകളെ ഒരു സംസാരം ഉണ്ടേ അതിലൊരു അച്ചടക്കം ഉണ്ടായപ്പോ ഇല്ലേ? അങ്ങനെ കേൾക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളിവിടെ ഉണ്ടോ? ട്രാൻസ്ഫോർമേഷൻ കളി കൊണ്ടാണ് ട്രാൻസ്ഫർ പെട്ടെന്ന് ഫാസ്റ്റ് ആയതെന്നുള്ള. എന്ത് സംശയിക്കണം? അല്ല, അത് കഴിഞ്ഞപ്പോ അത് ഹൈദർക്ക പറഞ്ഞ കറക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ധ്യാനൊരു വഴിത്തിരിവായിരുന്നല്ലേ? അല്ല, അതിനുശേഷം ധ്യാനൊരു ഫയർ വന്നു. അത് പിന്നെ നമ്മൾ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഏട്ടാ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല, ആ കൂടെ കുറച്ച് പച്ചക്കറിയും ഇടയ്ക്ക് പ്രോട്ടീനും മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ ഒരു സാധനം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ബിരിയാണി ഇല്ലാതെ അത് പിന്നെ ഒരു 1.5 മാസം 2 മാസം പിടിച്ചെടുത്തായിരുന്നു. പക്ഷെ ഞാൻ ആ കറക്റ്റ് ആ ഷൂട്ടിന്റെ സമയത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞ ആ സിനിമ ആ സമയം നടക്കുന്ന ആ സമയത്തിന് വേണ്ടി മാത്രം ക്രാഷ് ഒക്കെ ചെയ്ത് ആ സമയത്ത് കുറച്ചു. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേട്ടൻ പറഞ്ഞു കുറച്ച് വണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോൾ കഴിച്ചു കൊടുക്കും. വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കഴിഞ്ഞു തുടങ്ങി. അപ്പൊ ടേണിംഗ് പോയിന്റ് തുടങ്ങിയത്. പക്ഷെ ആ തുടക്കം ഗുണം ചെയ്തു. എന്ത് സംശയിക്കണം? ഒരു പടം തന്നെ ഇവിടെ മൊത്തത്തില് എന്റെ ജീവൻ എന്ന് പോയത് 2.5 കോടിയുടെ സെറ്റും വെച്ചിട്ട് ഞാൻ രാത്രി പോയി അളിയാ ഇതാണ് സംഭവം. അല്ല, എന്നോട് ഞാനിത് പറഞ്ഞു. അതാണ് ഇന്നലെ വിനയനോട് ഞാൻ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു വിഷയം ഉണ്ടായി, ഇതൊക്കെ കണ്ടിട്ട് ചേട്ടൻ എന്നോട് ഒരു ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ടല്ല, ഞാൻ സങ്കടം പറഞ്ഞതാ. അത് ദേഷ്യമായിട്ട് തോന്നിയല്ല, ദേഷ്യപ്പെട്ടത് ഞാനാ. തിരിച്ച് സ്വാഭാവികം. മാറ്റമൊന്നുമില്ല, ഇന്ന് വരെ മാറ്റം സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ആ പടത്തിലേക്ക് വന്നു അല്ലേ? നിങ്ങൾ എൻ്റെ അറിവിൽ നിങ്ങൾ രണ്ടുപേരും ധ്യാനം മാറ്റി, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സന്തോഷവാനാണ്. ധ്യാനം മാറ്റിയല്ലോ അല്ല, അവിടെ വന്ന് ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരാണ്. ഞാൻ അല്ലെങ്കിലും ഞാൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞു, ഈ ഫസ്റ്റ് കോളില് അപ്പു ആണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ പേര് ധ്യാനാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മുടെ ബന്ധം അറിയാമല്ലോ, ഞാൻ ഫസ്റ്റ് സിനിമയിൽ വരാൻ തന്നെ കാര്യം ധ്യാനം. അപ്പം ആ ഒരു ചെയിൻ, അപ്പം വർഷങ്ങൾക്ക് ശേഷം ലവ് ആക്ഷൻ ഡ്രാമ ഹൃദയം കഴിയുമ്പം അടുത്തൊരു പടത്തിൽ ഇവർ രണ്ടുപേരുമാണ് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ്. അതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പം പിന്നെ ഈ സിനിമ ഞാൻ കഴിഞ്ഞ ആഴ്ച ഫുൾ ഞാൻ മൊത്തത്തിൽ കണ്ടു. അപ്പം മൊത്തത്തിൽ കണ്ടപ്പം അപ്പുവും ധ്യാനും ഇതേപോലെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങളൊരു ഫാമിലി റീയൂണിയൻ അല്ലെങ്കിൽ എല്ലാ ഫ്രണ്ട്സിന്റെ ഒരു ഒത്തുകൂടൽ. അപ്പൊ ഇത് പ്രേക്ഷകരും അതേപോലെ ഏറ്റെടുക്കുന്ന അതാണ് നമ്മുടെ ആഗ്രഹം. അതെ, തീർച്ചയായിട്ടും ഒത്തുകൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ നമ്മൾ ഒത്തിരി ഹൈപ്പൊന്നും കൊടുക്കണം. നമ്മളൊരു ഇന്റർവ്യൂ നമുക്ക് പേരിന് വേണം, അതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ധ്യാൻ്റെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ധ്യാൻ അത് കണ്ട് അങ്ങനെ ഒന്ന് പറയും, ധ്യാൻ സ്വാഭാവികമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ മനസ്സിൽ എന്തായിരുന്നു, ധ്യാൻ മാറി വരുമോ, എല്ലാം ശരീരം കുറച്ച് എത്തുമോ എന്നുള്ളൊരു സാധനം. ഞാൻ ഉടനെ അർപ്പിതേനെ വിളിച്ചു. അർപ്പിതേനെ വിളിച്ചിട്ട് അർപ്പിത ഇവൻ ഉടക്കിയിട്ട് പോയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഇല്ല ഏട്ടാ ഞാൻ സംസാരിച്ചോളാം, ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം, അതൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് അർപ്പിത പറഞ്ഞപ്പോൾ ഓക്കെ അർപ്പിത സംസാരിച്ചോളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഈ ഇദ്ദേഹത്തിന് ജീവിതത്തിൽ പേടി അവിടെ മാത്രമുള്ളല്ലേ? അർപ്പിത പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഞാൻ അതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞ ഏട്ടൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, അർപ്പിത വിളിച്ചു, കാര്യം പറഞ്ഞു, പിന്നെ അളിയെ വിളിക്കുന്നേ ഇല്ല കേട്ടോ. ഞാൻ രാത്രി 11 മണിക്കാണ് വിളിക്കണം. സംഭവം എന്ന് വെച്ചാൽ ഒരാള് ദേഷ്യത്തിലിരിക്കുമ്പോ ഒരിക്കലും ഫോൺ വിളിക്കാൻ പോരുത്. എന്റെ ഒരു രസമുണ്ട്, ഞാൻ ഒരു കാര്യം പറയണമെങ്കിൽ ഫോണ് വിളിച്ചിട്ട് കാണാൻ പറയാറുണ്ട്. ഞാൻ നേരിട്ട് പോയി അളിയ ഇങ്ങനെയാണ് കാര്യമേ പറയുള്ളൂ. ഞാൻ ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി അല്ല ഞാൻ പറയാറുണ്ട്. ഞാൻ ഒരിക്കലും ഒരാളുടെ അടുത്ത് ഫോണിൽ കൂടെ ഒരു കാര്യം പറയാറില്ല. ഞാൻ ഇപ്പം എസ്പെഷ്യലി ധ്യാൻ്റെ അടുത്ത് ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കണമെന്ന്. അപ്പൊ ഞാൻ ഇതേപോലെ അളിയ കുറയില്ലേ വണ്ണം, കുറയ്ക്കും അളിയ വണ്ണം, ഇങ്ങനെ ഇത് ആൻസർ കിട്ടിയ പോലെ ഇത് ഫോണിൽ നിന്ന് മറ്റേ വിളിച്ചിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 15 ദിവസം ഞങ്ങൾ പോവും, കാണാറുണ്ട്. അപ്പൊ
പക്ഷെ എൻ്റെ ഇതിനകത്ത് ഞാൻ കണ്ടപ്പോൾ ധ്യാനം കുറച്ച് മെലിഞ്ഞ് വരണപ്പോൾ നമ്മൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യണവർക്ക് അറിയത്തുള്ളൂ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ ഒരു മാസം കഴിയുമ്പോൾ കാണാറുള്ളൂ. അതിന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പക്ഷെ അതിന് വർക്കൗട്ട് ചെയ്യണം. ഇതൊക്കെ ഇവനിപ്പോ പറയുന്നുണ്ട്. ഇവൻ എന്നോട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷ പോലെ കുറയുന്നില്ലല്ലോ, പ്രതീക്ഷ പോലെ കുറയുന്നില്ലല്ലോ. എന്നിട്ട് പുറകിൽ ഇങ്ങനെ നിന്നിട്ട് ഇഞ്ചക്ട് ചെയ്തിട്ടാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രം 10ാം ക്ലാസ്, ബാക്കി എല്ലാവരും ഡിഗ്രി. അപ്പൂന് ഇതില്ല. ഞാൻ സത്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്, അപ്പൂനെ 10ാം ക്ലാസ് ആക്കിയിട്ട് ശരീരം വെച്ച് നോക്കിയാൽ അപ്പു ഓൾറെഡി ഫിറ്റ് ആണ്, ലീൻ ആയിട്ടിരിക്കുന്ന ആള്. അപ്പൂനൊന്ന് 10ാം ക്ലാസ് ആക്കിയിട്ട് എന്നെ വല്ല ഡിഗ്രിയോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, വണ്ണമുള്ള കുട്ടികൾക്ക് എന്താ 10ാം ക്ലാസ്സിൽ പഠിച്ചൂടെ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതൊന്നുമല്ല ഇതിന്റെ ഫിസിക്കൽ ഒരു സംഭവമില്ല. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എഫേർട്ട് എടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസ് കൺവിൻസ് ആവുള്ളൂ അല്ലെ? ഇപ്പൊ രാജു ആട് ജീവിതത്തില് ആ എഫേർട്ടിനാണ് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെ? ആ എഫേർട്ട് ഒരു പടത്തിന് എടുക്കേണ്ട എഫേർട്ട് എടുക്കണ്ടേ? പക്ഷെ അത് എടുത്തു, അവസാനം കുറച്ച് വൈകിപ്പോയി. പക്ഷെ എന്റെ ഓർമ്മയില്ല, ഈ ഇൻസിഡന്റ് നടന്ന അന്ന് രാത്രി തന്നെ വിനീത് പറഞ്ഞു, ഇനി നീ നോക്കിയോ ധ്യാൻ അത് കുറച്ചിരിക്കുന്നു. ധ്യാന് വാശി വന്നാൽ ധ്യാൻ ചെയ്യും. അതുവരെ ഒരു ഈസി മട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ഒരു ഫയർ കയറി. നീ നോക്കിയോ അടുത്ത കാണാൻ വരുമ്പം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട്, പക്ഷെ അന്ന് ഒരു മാസം വിളിക്കുമ്പോ ഒന്നും കാണില്ല. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ എവിടെയോ അജുയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് അവിടെ ഐസ്ക്രീം എല്ലാം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. ധ്യാൻ ആപ്പടെ ഒരു ഫിഷ് പ്രോട്ടീൻ മാത്രം 8 o'clock മുമ്പ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് സെറ്റായിട്ട് വരും. അത് തടിയെ കുറിച്ച് മാത്രമേ ഇപ്പൊ ഈ ഇന്റർവ്യൂ അല്ല, ഈ തടിയിലേക്കൊന്ന് വരണമെന്നോർത്തിട്ട് വന്നതാണ്. അതൊരു മെയിൻ ഒരു ജേർണി ഭയങ്കരമായിട്ട് ധ്യാനം അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അതിലേക്ക്. ഇതെല്ലാം ഒരു കസേര കളിയിലാണ് വന്നത്. ആ ക്യാരക്ടർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് എന്ന് തോന്നിപ്പിക്കണമെങ്കിൽ, കാരണം അതിന് ഡിമാൻഡ് ചെയ്തിരുന്നു. പ്രത്യേക ചേട്ടൻ അത് പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതല്ലെങ്കിൽ അതൊരിക്കലും നേരത്തെ പറഞ്ഞ ഓഡിയൻസ്, അത് കാണുന്ന ആൾക്കാർക്ക് അതൊരിക്കലും അത് ഫീൽ ചെയ്യില്ല. കാരണം അവര് ഇതേ കോലത്തിൽ വന്നിട്ട് എന്താ ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും അത് ജെനുവിൻ ആയിരുന്നു. അല്ല, ധ്യാൻ ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം ഇതേ രൂപത്തിൽ തന്നെയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം, ഒന്നും മാറ്റം വരുന്നില്ലല്ലോ. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം കൃത്യമാണ് ഈ സിനിമയ്ക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു. അതെന്തായാലും ഫലം കണ്ടിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ വൈഫ് പറയുമ്പോൾ മാത്രമേ സ്വല്പമെങ്കിലും അനുസരണേ ഉള്ളൂ. ചേട്ടൻ എന്ന നിലയിൽ അനുജന്റെ അനുസരണ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അനിയനെ അനുസരിപ്പിക്കേണ്ട ആളല്ലല്ലോ. അല്ല, എങ്കിലും അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. എതിർക്കാം, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. ആരും അനുസരിക്കേണ്ട കാര്യമില്ല. വി ആർ ലിവിംഗ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി. കേട്ടല്ലോ, അനുസരിക്കണം. നമ്മളൊരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ നമ്മള് ഡയറക്ടർ ആണെങ്കിലും അനുസരിക്കണം. ചേട്ടൻ എന്നുള്ള സാധനമല്ല, അവിടെ ഡയറക്ടറാണ്. തീർച്ചയായും സ്വാഭാവികമായിട്ടും നമ്മള് കൃത്യമായിട്ട് ആ ജോലി സ്ഥലത്ത് എന്ന് വെച്ചാൽ നമ്മള് ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഭൂലോക അലമ്പായിരുന്നു സെറ്റ് മൊത്തം. അപ്പോ കാരണം ഏട്ടൻ വളരെയധികം പാഷനേറ്റ് ആയിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് എഴുതി വെച്ച സീനൊക്കെ ഞാൻ ചില സീനൊക്കെ ഞാൻ അപ്പൊക്കെ അഭിനയിച്ചിട്ട് ഞാൻ വന്നിട്ട് ഓക്കെ ആണോ എന്ന് പറയുമ്പോ ഏട്ടൻ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുമ്പോ ഓക്കെ ആണോ തോന്നണപ്പോ, കാരണം നമുക്കത് കൃത്യമായിട്ട് ഞാൻ അങ്ങനെ അതിനെ ചെയ്തു വരുന്നോണ്ട് എനിക്കത് ജോലിയാണ്. അപ്പൊ ഏട്ടനതല്ല, ഏട്ടനതിന്റെ മറ്റേ ഹാർട്ട് ആൻഡ് സോൾ, അതിൽ ഇത്രയും കർശനമായിട്ട് ക്യാരി ചെയ്തൊരു കഥ ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ടാണ് പുള്ളി അതിനെ അപ്രോച്ച് ചെയ്യുന്നതും കാണുന്നതും കൺസീവ് ചെയ്തിട്ടുള്ളതൊക്കെ. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അത് ജോലി ചെയ്ത് പോവുക, അല്ലെങ്കിൽ രാവിലെ വരിക, ഡയറക്ടർ പറയുന്നത് അനുസരിക്കുക, കേൾക്കുക, ഓക്കെ ആണെങ്കിൽ ഓക്കെ. അനുസരണമുള്ള കുട്ടിയായിരുന്നു അല്ലേ അതെല്ലാവരും, ഞാൻ പറഞ്ഞ ഞാൻ മാത്രമല്ല, നമ്മുടെ സെറ്റിൽ വർക്ക് ചെയ്ത എല്ലാവരും. അത് തീർച്ചയാണ്, ഒരു ഡയറക്ടർ തന്നെയാണല്ലോ ആ സിനിമ നിയന്ത്രിക്കുന്നത്. ഈ ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ, അത് കഴിഞ്ഞ് ഈ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കൊക്കെ പല ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ വിനീതിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെ പറയും ഈ സിനിമയെ കുറിച്ച്, അങ്ങനെ ഒരു ആദ്യം ഉണ്ടായിരുന്നു മനസ്സിൽ. എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷെ ഇന്ന് ധ്യാൻ ഒരു സാധനം പറഞ്ഞില്ല. ഇത്ര ഇന്റർവ്യൂസ് ധ്യാൻ കൊടുത്തിട്ട് ഒരു സാധനവും നമ്മള് സീക്രട്ടീവ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഇല്ല, ഇതിനകത്ത് സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ ട്രെയിലറില് ഈ സിനിമയുടെ കഥയുണ്ട് തീർച്ചയായും. കാരണം നമ്മുടെ കഥയെല്ലാം ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ശരിക്കും ഒന്ന് ക്രാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു, കാരണം നമ്മൾ പറയുന്ന ഹിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് ഡീകോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ സാധനങ്ങളും അതിന്റെ അകത്തുണ്ട്. ഒറ്റയടിക്ക് കാണുമ്പോൾ ആ ടീസറിലൊന്നും മനസ്സിലാവില്ല. ട്രെയിലറിൽ പക്ഷെ കഥ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും. പക്ഷെ അത് കാണുമ്പോൾ
തോന്നുന്ന കഥയല്ല. അതെ, കാണുമ്പോൾ തോന്നുന്ന കഥ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. പിന്നെ വേണ്ടേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഏട്ടൻ, എനിക്ക് ഞാൻ ഇപ്പം ചോദിച്ചപ്പോഴും ഏട്ടനോട് അന്ന് എന്നോട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കഥ, എല്ലാവർക്കും അറിയാവുന്ന കഥ പറയുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ളൊരു സുഖമുണ്ട്. കാരണം കുഞ്ഞു കുട്ടിക്ക് മുതൽ ഒരു വരുന്ന ആൾക്കാർക്ക് മുതൽ 5ാം ക്ലാസ് കുട്ടിക്ക് മുതൽ മുതിർന്നവർക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാനും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കഥയായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. കഥ ഒരിക്കലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, അപ്പം എല്ലാവരും പറയും ഇത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്, ഇതെന്താ സർപ്രൈസ് ഒന്നുമില്ല. അത്തരം സർപ്രൈസ് എലിമെന്റ്സ് ഒന്നും ഇല്ല, പുള്ളി അത് വെക്കാറുമില്ല. ഭയങ്കര സർപ്രൈസുകളല്ല, ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ കുഞ്ഞു. അപ്പൊ ഒരിക്കലും കണ്ടിട്ട് ഇതായിരുന്നോ എന്ന് തോന്നാൻ മാത്രമുള്ള ഭീകര സർപ്രൈസുകളും ഇല്ല, വൻ മാസ് മൊമെന്റ്സ് അല്ല, ഒന്നുമല്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കും പറയുന്ന ഒരു മൊമെന്റ് നമുക്ക് കിട്ടും. നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചു പോയ ഒരു സിനിമയായിട്ട് നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാമല്ലോ. അങ്ങനെയാണ് സിനിമയുടെ വിജയം. അതെ, ഇതിന്റെ മെറ്റീരിയൽ കാണുമ്പോൾ ഹൈദർക്ക് തോന്നുന്നില്ലേ ഇങ്ങനെ ആയിരിക്കും, അതിലേക്ക് തന്നെയാണ് ഇത് വന്ന് നിൽക്കുക. പക്ഷെ എങ്ങനെ വരുന്നു എന്തിലൊക്കെ കൂടെ എങ്ങനെയൊക്കെ യാത്ര ചെയ്താണ് വരുന്നത്. പിന്നെ സിനിമ, എനിക്ക് തോന്നുന്നു സിനിമ ജെനുവിനായിട്ട് സ്നേഹിക്കുന്ന ആസ്പയറിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവർക്ക് കുറച്ചുകൂടെ അതിനെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ട്രെയിലർ വന്നപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചായിക്കോട്ടെ, കുറേ പേർക്ക് നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ഡയറക്ടേഴ്സൊന്നും നമുക്ക് പരിചയമുള്ള ആക്ടേഴ്സും ഇവരൊക്കെയാണ്, മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കാരണം അവർക്കൊക്കെ എവിടേക്കോ ഈ കഥയും അല്ലെങ്കിൽ കഥാപശ്ചാത്തലമൊക്കെ അവർക്കൊക്കെ അതിലുള്ള ഡയലോഗ്സും അതിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ എവിടേക്കോ, കാരണം ഞങ്ങൾക്ക് പേഴ്സണലി റിലേറ്റ് ആയിട്ടുള്ള കുറേ സീനുകൾ ഉൾപ്പെടെയുണ്ട്, എഴുതി വെച്ച ഡയലോഗുകളായിക്കോട്ടെ. അപ്പോൾ ആ രീതിയിൽ ആസ്പയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കുറേ മൊമെന്റ്സ് ഉണ്ട്. അത്തരം മൊമെന്റുകൾ പഞ്ച് ചെയ്തിട്ടുണ്ട് കൃത്യമായ ജംഗ്ഷനുകളിൽ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ അപ്പുവും ധ്യാനും വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു എന്ന് വരുമ്പോൾ അതെങ്ങനെയായിരുന്നു ഒന്ന് മാനേജ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? അപ്പവും വരുന്നു, ധ്യാനും വരുന്നു, അത് ഞങ്ങളെല്ലാവരും ക്യൂരിയസ് ആയിട്ട് കാത്തുനിന്നൊരു സംഭവമായിരുന്നു, ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും ഒരു ഇക്വേഷൻ ഉണ്ടാവുക എന്നുള്ള സാധനമൊക്കെ. പക്ഷേ ഫസ്റ്റ് ഡേ ഇവർ മീറ്റ് ചെയ്ത ദിവസം തൊട്ട് ഇവർ തമ്മിൽ ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി വൈസ് ആണെങ്കിലും അപ്പൂവിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ധ്യാനെ ഭയങ്കര ഇഷ്ടമാണ്. ധ്യാൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ധ്യാനാണ് അപ്പൂവിൻ്റെ കൂടെ അഭിനയിക്കുന്നത് എന്നുള്ളതിൽ അവരെല്ലാവരും ഓൾറെഡി ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ട് ധ്യാനിനെ പറ്റിയിട്ടൊരു പിക്ചർ ധ്യാനെ കാണുന്നതിന് മുമ്പ് തന്നെ അപ്പൂനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയും കൂടെ ഉണ്ട്. പിന്നെ ഹൃദയത്തിൽ അപ്പു വർക്ക് ചെയ്തതിൻ്റെ കഥകളൊക്കെ വിശാഖ് പറഞ്ഞിട്ടും ഒക്കെ ധ്യാനിനറിയാം. അപ്പോൾ ധ്യാനും ആ ഒരു രണ്ടുപേർക്കും രണ്ടുപേരെ മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിലാണ് രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവർ പെട്ടെന്ന് കമ്പനിയായി. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്തതാണ് ഈ സീക്വൻസ്. അപ്പൊ ഇത് ഞങ്ങള് രണ്ടുപേരും ആ സീക്വൻസിന് മുന്നേ തുടങ്ങുന്നതിന് ഫസ്റ്റ് ടേക്കിന് മുന്നേ, ആ ഷോട്ടിന് മുന്നേ മാറി നിന്നിട്ട് ഞങ്ങൾ ആക്ച്വലി മാറി നിന്ന് ചായ കുടിച്ച് സിഗരറ്റ് വലിച്ച, അത് ഷോട്ടിലുള്ളതല്ല. ഞങ്ങൾ രണ്ടുപേരും മാറി നിന്ന് സിഗരറ്റ് വലിച്ചപ്പോ അളിയൻ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫറിനെ ഫോട്ടോ എടുപ്പിച്ച് ഫോട്ടോ ഭയങ്കര ഗംഭീര ഫോട്ടോ ആയി മാറി. സംബന്ധിച്ച് ഞാൻ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഇവരുടെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു രസമായിട്ട് തോന്നി ഇവരുടെ കെമിസ്ട്രിയും അവർ സംസാരിക്കുന്ന രീതിയും എല്ലാം. അപ്പൊ ഫോട്ടോഗ്രാഫർ ഞാൻ പിടിച്ച് വന്നിട്ട് ഈ സ്നെഹ് എടുക്കാൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു നിങ്ങള് ഫസ്റ്റ് അതിൽ വന്നപ്പോ ഫസ്റ്റ് ഫോട്ടോ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്തുന്ന ഫോട്ടോയാണ് കേട്ടോ. ഇനി സീനിൽ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ ഇത് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ആ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സീനാണ് ഫസ്റ്റ് ഡേ തന്നെ ഇവർ ഒരുമിച്ച് ആ കോമ്പിനേഷൻ വരുന്നത്. പക്ഷെ ആ സീൻ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇവർ നന്നായി കണക്ട് ആവുന്നുണ്ടല്ലോ. ഇപ്പൊ വിശാഖ് എന്നോട് വന്നിട്ട് രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു മാജിക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ഒരു തരിപ്പ് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ക്രൂവിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കുറേ കാലമായിട്ടുള്ള സുഹൃത്തുക്കൾ, ഇപ്പം നിവിനും അജുവും ഒരുമിച്ച് വരുമ്പോൾ എനിക്ക് എപ്പോഴും ഇൻസ്റ്റൻ്റ്ലി അത് ക്ലിക്ക് ആവാറുണ്ട്. അതുപോലെ ഇപ്പോൾ സൗബിനും ഫഹദും, അങ്ങനെ ചില സൗബിൻ ബാസി, അപ്പോൾ അങ്ങനെ ചില ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റൻ്റ്ലി ഒരു സാധനം തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് ഡേ തൊട്ട് ഇവർക്ക് നമുക്ക് മോണിറ്ററിലല്ല നമ്മുടെ ഷോകളിൽ കാണുമ്പോൾ തൊട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൃത്യമാണ്. ഓരോരുത്തർ ഒരുമിച്ച് കൂടുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അത് നല്ല കഴിവോടുകൂടി മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് കിട്ടുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പ്രൊഡ്യൂസർ ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. സെൻട്രലിൽ ഇരിക്കണമുണ്ട്, എല്ലാ ചീത്തയും ഞാൻ കേൾക്കണം. ഈ ഞാൻ ഇന്റർവ്യൂസ് കാണുമ്പോൾ എങ്ങനെയാ സാധാരണ തോന്നുന്നത്?
നമുക്ക് സങ്കടം വരാറുണ്ട്, സന്തോഷം വരാറുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഞാൻ എടുത്തിട്ട് ഇവന്റെ ഇന്റർവ്യൂ കാണാറുണ്ട്. ഞാനും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്റെ ഇന്റർവ്യൂ എടുത്ത് കാണാം. സ്വന്തം ആർക്കാ സ്ട്രെസ് ഇല്ലാത്ത? എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞ കുറെ ദുബായ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഇന്റർവ്യൂ പറയുന്നു. ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞത് സത്യമാണ്, പല കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ സത്യമാണ്. പക്ഷെ ഞാൻ കുറച്ച് കാര്യം എൻ്റെ കയ്യിൽ നിന്നിടും. അത് ഞാനും ഇതിനു മുമ്പ് പറഞ്ഞിട്ട്, അല്ല വിനീതും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് അങ്ങനെ തന്നെ ആ സ്വഭാവമല്ലേ? ഇംപ്രൊവൈസ്ഡ് ട്രൂത്ത് ആണ് പല സമയത്തും. അത് ഏത് ലെവൽ വരെ എന്നുള്ളത് ധ്യാൻ തന്നെ പറയണം. അതെ, നമ്മളൊരു കഥ പറയുമ്പോൾ ആ കഥ ആൾക്കാർക്ക് രസിക്കുന്ന രീതിയിൽ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ചില 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 കാര്യങ്ങൾ നമ്മളൊന്ന് പൊലിപ്പിക്കാൻ നമ്മൾ പറയുമല്ലോ. അത്തരത്തില് ഞാൻ ഒരു അടിസ്ഥാനമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ നമ്മൾ പോയിട്ടൊരു അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ പറ്റി ഇല്ലാത്തത് പറയാറില്ല. പ്രത്യേകിച്ച് അമ്മയുടെ പൊറോട്ട കറി എടാ അമ്മേനെ വിടറാ പാവടാ. അതെ വിട്ടതാ, അമ്മേനെ പക്ഷെ അതൊക്കെ അമ്മ പറഞ്ഞത് ഞാൻ എന്തിനു ഞാൻ അത് കള്ളം പറയണം. പക്ഷെ അമ്മ ഏട്ടനോട് വന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പറയുമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത്. അമ്മ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കേട്ട ആളാണല്ലോ ഞാൻ. പക്ഷെ അമ്മ അമ്മ ഒരിക്കലും പറഞ്ഞു കാണും, പക്ഷെ അത് അമ്മ ആശുപത്രിയിലാ പറഞ്ഞെന്നുള്ളത് ഞാൻ വിശ്വസിക്കൂല. കാരണം അച്ഛൻ ആശുപത്രിയിൽ കിടക്കുന്നത് ആ കോണ്ടെക്സ്റ്റ് ഭയങ്കര ക്യാച്ചിയാണ്. പക്ഷെ ആ കഥ നടന്നതായിരിക്കും, അവിടെ നടന്നതായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ നടന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് പറയാൻ ഇതിലൊരു കണക്റ്റഡ് ആയിട്ടുള്ള അച്ഛൻ ഐസിയുലാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയത്താണ് ആ സമയത്താണ് തോന്നുന്നല്ലേ. അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ്. അപ്പം ഹോസ്പിറ്റലിൽ കയറി അമ്മ റൂമിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം ആ റൂമിലോട്ട് കയറുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് ഒരു കുട്ടി വന്നിട്ട് ആ റൂമൊക്കെ തുറന്നു നോക്കിയിട്ട് അച്ഛൻ എന്താണ് അവസ്ഥ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് കെറ്റിലും ഇല്ല, മര്യാദ കയറ്റി മര്യാദ ഒന്നുമില്ല. മറ്റേ ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റി ഉണ്ട് മോളെ, ഇത് എന്ത് ഹോസ്പിറ്റലായിരുന്നു? ഇത് അമ്മ ചോദിച്ചതാ. ഇത് കഴിഞ്ഞിട്ടാണ് പൊറോട്ട പറഞ്ഞത്. ഓക്കെ, അപ്പോഴും എല്ലാം ഒരേ ടൈമിലാണ്. അത് ഹൈദർക്ക് അച്ഛൻ എന്തെങ്കിലും ചൂടുവെള്ളം കൊടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്മ ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഇവൻ പറയുമ്പോ ഇത് ഇങ്ങനെ തോന്നും ആൾക്കാർക്ക്. അമ്മയ്ക്ക് ചായ കുടിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴും അമ്മ ആലോചിക്കുന്നത് ഈ ഹോസ്പിറ്റൽ എന്താ മോളെ. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. അതായത് അച്ഛന് കിടക്കുന്ന സമയത്ത് ചൂടെടുക്കാൻ പാടില്ല, ചൂടുവെള്ളം കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാം. ഇതായിരിക്കും അമ്മ ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഇവൻ പറയില്ല. ഇവൻ ഈ കഥ പറയുന്നില്ല. അതെ, അമ്മ അന്ന് പറഞ്ഞ കാര്യം ഇതായിരുന്നു. അപ്പൊ ആ കുട്ടി ഞാൻ ആ കുട്ടീനോട് മോളെ പോയിക്കോന്ന് പറഞ്ഞേ. കാരണം അതല്ലല്ലോ. അപ്പൊ ആ കുട്ടി വിചാരിക്കൂലേ ഈ എന്ത് സ്ത്രീ ഭർത്ത അവിടെ. അപ്പൊ ഞാൻ നമ്മ എന്താ കഴിക്കാൻ വേണ്ടെന്ന് പറയുന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും നമുക്ക് ചപ്പാത്തി പറയാം അല്ലേ, അതിഥികളൊന്നും എന്നും വേണ്ട മോനെ കഴിക്കാൻ, എനിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞ അങ്ങനെയല്ലേ പറയാ. പൊറോട്ട ഉണ്ടോന്ന് അത് ഞാൻ ഫോണിങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ടോന്ന് ചോദിക്കും. ഇങ്ങനെ എന്നോട് പറഞ്ഞ കാരണം അച്ഛൻ ഉള്ള സമയത്ത് പൊറോട്ട കഴിക്കാൻ സമ്മതിക്കൂല. അച്ഛൻ മൈദക്ക് എതിരാ. ഓക്കെ, അപ്പോ ആകെ കിട്ടിയൊരു ചാൻസ് ഇതാ ഇത് കഴിക്കാൻ, പൊറോട്ട കഴിക്കാൻ. ഉള്ള സമയത്ത് ഐസിയിൽ കിടക്കുമ്പോഴല്ലേ കഴിക്കാൻ പറ്റും, പിന്നെ എപ്പോ കഴിക്കാൻ പറ്റൂല. കിട്ടിയ ചാൻസ് എന്നോട് ഞാൻ ഫോൺ പിടിച്ച് നിൽക്കുന്ന സമയത്താണ് പൊറോട്ട ഉണ്ടെന്ന് ചോദിക്കുന്നത്. ആഗ്രഹമല്ലേ ഞാൻ അല്ല ശബ്ദത്തിൽ തന്നെ പറഞ്ഞു കാര്യമാണ്. പുട്ടാകാം അല്ല പൊറോട്ട ശബ്ദത്തിൽ തന്നെ പറഞ്ഞ പുട്ടല്ല പൊറോട്ട. ചോദിക്കുക അമ്മയുടെ കാര്യം വിട് പ്ലീസ്. പുട്ടായാലും പൊറോട്ട ചോദിച്ചു ഞാൻ വാങ്ങിച്ചും കൊടുത്തു, ഓർഡറും ചെയ്തു. പക്ഷെ അത് ഞാനൊരു കഥയായിട്ട് സ്ഥലത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങൾ വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നുണ്ടല്ലോ. അല്ലല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ കഥ ഇവിടെ എടുത്തിട്ടാണ് ഞാൻ എടുത്തിട്ട്. പക്ഷെ ഈ കഥ സത്യമല്ല എന്ന് അമ്മ ഏട്ടനോട് എന്തോ പറഞ്ഞു കേട്ടു ഞാൻ. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അത് വിട്ട്. എന്റെ ഇന്റർവ്യൂ അമ്മ പറഞ്ഞു. വീണ്ടും ഈ ഇന്റർവ്യൂ ആണല്ലേ എല്ലാം. ഞാൻ കള്ളം പറയുന്ന ആളായി മനസ്സിലായി. അപ്പൊ ഇതിൽ ആരാ സത്യം പറയുന്നുള്ള സംശയം കേൾക്കുന്ന ആൾക്കാർക്കും തോന്നും ഞാൻ കള്ളം പറയണം. പക്ഷെ സത്യം ഇവിടെ നടന്നത് ഞാൻ എങ്ങനെ തെളിയിക്കും? തെളിയിക്കണ്ട ഇനി. അപ്പൂല്ല പുട്ടുമില്ല പൊറോട്ട. അപ്പോ പുട്ട് തന്നെ പോയി എനിക്ക് കുഴപ്പമില്ല. അയ്യോ അപ്പോ പുട്ട് ഓക്കെ. അല്ല അതായിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ നിങ്ങൾക്ക് മതിയായ
ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ പറഞ്ഞ കാര്യം അതുകൊണ്ട് എനിക്ക് ചോദിക്കണം. തിരുവനന്തപുരത്ത് ഒരു ഇന്റർവ്യൂ പറഞ്ഞു, അച്ഛനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, എല്ലാവരും കേട്ടു. അത് എന്റെ ഇന്റർവ്യൂ പറഞ്ഞു, എനിക്ക് അച്ഛനെ കുറിച്ച് പറയാനുള്ള സമയം അവർ തന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ദുബായിൽ വെച്ച് ഞാൻ പരിപാടി തീർന്നു പോയി. അത് കേട്ടപ്പോ എന്താണ് തോന്നിയത്? അച്ഛനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല, ഉത്തരവില്ലല്ലോ. അതാണ് നല്ലത്. കാരണം അതിലെ വിഷയം, അതിന്റെ ടോപ്പിക് എന്ന് വെച്ചാൽ അച്ഛനും ഏട്ടനും ഇടയിൽ ഞാൻ, ഇതായിരുന്നു വിഷയം. അപ്പം അനൂപ് ഏട്ടൻ നമ്മുടെ കൈരളിയിലെ നമ്മുടെ പഴയ ഷോ ഒക്കെ ചെയ്തിട്ടുള്ള എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതാ പറഞ്ഞേ, ഇതിന് മറുപടി പറയാനുള്ള ഇത് കൊണ്ടായിരിക്കും പറഞ്ഞിട്ടോ. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യത്തിനകത്ത് അനൂപേട്ടൻ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അനൂപേട്ടൻ അത്യാവശ്യം അച്ഛനും ഞാനും ഇടയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയുന്ന ആളാണ്, കുടുംബ സുഹൃത്താണ്. അച്ഛൻ അനൂപേട്ടനോട് എന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അനൂപേട്ടൻ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ആ മൊത്തം സിനാരിയോ, അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ചെറിയ രീതിയിൽ പറഞ്ഞത്. അതായിരുന്നു ടോപ്പിക്. അപ്പം സ്വാഭാവികമായിട്ടും അന്ന് നടന്ന സംഭവത്തിനെ വെച്ച് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ എന്തുകൊണ്ട് പക്വതയോടെ അന്ന് എന്നോട് പെരുമാറില്ല. ഏത് അച്ഛൻ എന്നെ ഇരുത്തിക്കൊണ്ട് മോനെ എന്താ മോനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചില്ല, എന്താ മോനെ പറ്റിയത്. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ബാല്യമായിരുന്നില്ല ഹൈദർ കൈവന്റെ. അങ്ങനെ എന്തുകൊണ്ട് എന്റെ അച്ഛൻ ഒരു രീതിയിൽ പെരുമാറില്ല, അതാണ് എന്റെ സങ്കടം. അതിന് പകരം എന്റെ അച്ഛൻ എന്നെ തല്ലാൻ വരുന്നു, സഭ്യം ചീത്ത വാക്കുകൾ കൊണ്ട് എന്നെ ഇതാക്കുന്നു. പക്ഷെ സ്നേഹം കൂടുമ്പോഴാണ് അവിടെ ചീത്ത പറയാനും ദേഷ്യപ്പെടാനും ഒരു പേരന്റിന് അത് സത്യമാണ് കേട്ടോ. നിങ്ങൾ ഭയങ്കര മോശം പേരന്റാണ്. സ്നേഹം കൂടുമ്പോ ചീത്ത പറയണോ? അല്ല, അത് സ്നേഹത്തിൽ മകനെ എന്താണ് മോനെ മോന്റെ പ്രശ്നം, മോൻ എന്തുകൊണ്ട് പഠിക്കാൻ മകനെന്നൊക്കെ വിളിച്ചിരുന്നു ഒരു അറ്റത്ത് മകനെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തിലും വരുമ്പോഴായിരുന്നു. ഇതിന്റെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാഷ് മോൻ എന്ന് പറയുമ്പോ പുള്ളിയെ തന്നെയല്ലേ വിളിക്കുന്നത്. അതിന്റെ ഒരു ഐറണിയും കൂടെ ചിന്തിക്കണം. എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? നിങ്ങളെ തന്നെയല്ലേ മനുഷ്യ. ഞാൻ നിർത്തി കേട്ടോ. ഞാൻ ഒരു കാര്യം ഇടക്കിടക്ക് വീട്ടിൽ പോയി വിളിച്ചിട്ട് പിന്നിട്ടാ ഞാൻ ഒരു കുറച്ചാളും എന്നോട് പറഞ്ഞു, എന്നെ അച്ഛൻ വിളിച്ചു രാവിലെ 7:30 മണിക്ക് പറഞ്ഞു ഒന്നിങ്ങോട്ട് ഒരു കാര്യം പറയാനുള്ളത്. അങ്ങനെ ആയിരിക്കില്ല. 7:30 മണിക്ക് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ ഉറക്കാതെ ഞാൻ തിരിച്ചു വിളിച്ചു. എവിടെയാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ നേരെ വീട്ടിൽ അമ്മയ്ക്ക് സംശയം, ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞു, മൈക്കുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ഒന്നുമില്ല, എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കയറി ചെന്നിരുന്നു. അപ്പൊ ഒന്നും പറയാനില്ല, മറ്റേ അവിടുത്തെ സ്ഥലം വിൽക്കുന്ന കാര്യത്തിനാണ് എന്നെ വിളിച്ചത്. സ്ഥലം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോ അമ്മ ഒന്ന് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരാൾ ഒന്ന് സിഗരറ്റ് കൊടുത്തു അച്ഛന്, അതൊന്ന് പേടിപ്പിക്കണമെന്ന് എന്നോട്. അച്ഛനെ ഞാൻ പേടിപ്പിക്കണമെന്ന് അമ്മ എന്നോട് തന്നെ ക്യാമറ വെച്ച് ഇന്റർവ്യൂ എടുത്തിട്ടില്ല. ദൈവം സത്യം എടുത്തിട്ടില്ല. വെറുതെ ഇതാണ് ഈ ഞാൻ കള്ളം മാത്രം പറയുന്നത്. ഇപ്പൊ തെളിയിച്ചിരിക്കും, ഞാനെല്ലാം കള്ളം പറയുന്നത്. അത് അതിന് മുമ്പാണ്, മുന്നേ പോയി. അങ്ങനെ പോയിരുന്നു. ഞാൻ അച്ഛനോട് കുറെ സംസാരിച്ചു. അപ്പോഴാണ് എന്നോട് അച്ഛൻ ഞാൻ്റെ കാര്യം, മറ്റേ സിനിമയുടെ കഥയൊക്കെ എന്നോട് പറയും. ഇന്നലെ നമ്മൾ ചോദിച്ചത് അത് ചോദിക്കുന്നത് സിനിമയുടെ കഥ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. എന്തായാലും അച്ഛനെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ പോകുമ്പോഴും ഈ എപ്പോൾ പോയാലും നമുക്ക് വീണ്ടും വലിയ എനർജിയാണ് അച്ഛൻ തരുന്നത്. പറയാതിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഓർത്ത്, പഴയ കാര്യങ്ങളും ഓർത്ത് സംസാരിക്കാൻ, ഇഷ്ടമുള്ളവരടുത്ത് സംസാരിക്കാൻ അച്ഛന് വലിയ താല്പര്യമാണ്. അത് ഞാൻ കാണുന്നത്. ഞാൻ പോയതിൻ്റെ അന്ന് തലേന്നാണ് സത്യൻചേട്ടൻ വന്നതെന്ന് പറഞ്ഞു. അതെല്ലാം ഓർത്തിട്ട് വന്ന് പറഞ്ഞ കഥകളും എല്ലാം പറഞ്ഞ് ചിരിച്ചിരിക്കാം. അച്ഛൻ്റെ അടുത്ത് ഇരിക്കാൻ എനിക്ക് അമ്മയെ കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷം. ഒരു കുറ്റബോധം ഇന്നും ഉണ്ട് പറഞ്ഞ കാര്യങ്ങൾ. ഇന്നൊരു കുറ്റബോധത്തോടെ അച്ഛനോട് എന്തിനു ഞാനതൊക്കെ പറഞ്ഞു, വേദനയോടെ ഉറക്കമില്ലാതെ ഇതൊരു ട്രയാങ്കിള് പോലെ പോവല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. സിനിമ നടത്തി തന്ന എന്റെ 2.5 കോടി വെള്ളത്തിലായനെ നിങ്ങളൊരു. പക്ഷെ ഞാനിപ്പോഴെല്ലാം അറിയണേ എവിടെന്നാ ഇത് പോയെന്ന്. പക്ഷെ അതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെ കേട്ടോ, അയച്ചു കൊടുക്കാൻ. അതാദ്യം പറയണം. അവിടെ നിന്ന് നേരെ അജുവിന് പോയി, അജുവിന് നേരെ ഇവിടെ വന്നു. ഇവിടെ അജു നോക്കിയിരുന്നിട്ട് അയച്ചോ. പക്ഷെ എന്ത് രസമായിരുന്നു ഓടിക്കണ മ്യൂസിക്കൽ ചെയർ. അതൊക്കെ
നമുക്ക് സിനിമയിലേക്ക് തിരിച്ചൊന്ന് വരികയാണെങ്കിൽ സിനിമ കല്യാണി അല്ലേ, കല്യാണിയുടെ ഒരു റോളൊക്കെ എങ്ങനെയായിരുന്നു? സിനിമയുടെ കഥ പറയാതെ പോകണം. കല്യാണി എത്തിക്കഴിഞ്ഞപ്പോഴേ ഇവര് കല്യാണിയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു അപ്പുവായിട്ട് എങ്ങനെ, അപ്പുയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, നമ്മൾ പെട്ടെന്ന് എസ്കേപ്പ് ആയിട്ട് പോയി. കല്യാണി അത് അമ്മു എവിടെ പോയി കഴിഞ്ഞാൽ അപ്പുവിനെ പറ്റിയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നതുകൊണ്ടായിരിക്കും. അല്ല, ഇതില് 70s ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് അമ്മു വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഉള്ള ചില മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറയരുത്, പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് കളയുള്ളൂ. എന്താ പിന്നെ എന്തിനാ നിങ്ങൾ ചോദിച്ചേ? കല്യാണി വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സെറ്റില് വന്ന സമയത്ത് വന്ന ഉടനെ അമ്മു ഇങ്ങനെ പറഞ്ഞു തറവാട്ടിൽ തിരിച്ചു വന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം പറയും ചെയ്തു. ഫസ്റ്റ് പറഞ്ഞത് അതാണ്. അല്ല, ഫസ്റ്റ് അവിടെ മെഡ്രാസിലെല്ലാം ഭയങ്കര പ്രൊഡ്യൂസർമാരെല്ലാം ഇങ്ങനെ മറ്റേ അനക്കൊണ്ട എന്താ മറ്റേ AC അതായത് മറ്റേ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കൊക്കെ എത്തണമെങ്കിൽ അനക്കൊണ്ട എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് മറ്റേ AC കിട്ടുള്ളൂ. അപ്പൊ അത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ വിശാഖ് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിശാഖിന് ആദ്യം ടെൻഷനാ. ഇതിന്റെ ബില്ലാണല്ലോ വിശാഖ് ആലോചിക്കുന്നത്. ഇതൊക്കെ ആർട്ടിസ്റ്റിന് ആവശ്യമുള്ള സാധനമാണ്. അപ്പൊ ഇവ കുറെ പേര് വിളിച്ച് എന്തൊക്കെ പറഞ്ഞു, ഞാൻ അമ്മു അല്ലേ, ഒരു കുഴപ്പമില്ല, ഏത് ചൂടിലാണെങ്കിൽ ഇവിടെ ഇരുന്നോളൂ. അങ്ങനെ എല്ലാ ചൂടിലും ശരിയായി. അല്ല, വന്നപ്പോ വിശാഖ് പറയുന്നു. പക്ഷെ ഈ അനക്കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സെറ്റില്. ഏതനക്കൊണ്ട? ഞാൻ കൊടുത്തില്ല. അല്ല, ഉണ്ടായിരുന്നല്ലോ. അത് ആ പാട്ട് സമയത്ത് നമ്മള് വെച്ചിരുന്നു. ആ ശരി ശരി, ഞാൻ കൊടുത്തു കേട്ടോ. 2 ദിവസം കൊടുത്തു. 2 ദിവസം ആ പാട്ട് സോങ്ങിന് വീശി കൊടുത്തോ? അല്ല, അത് ഞാൻ കൊടുത്തില്ല അനക്കൊണ്ട. അടുത്ത് വന്ന് ഇതിന് പകരം വീശി തരണം എന്ന് പറഞ്ഞു. ഞാനാ മൊത്തം വീശി കൊടുക്കേണ്ടി. നന്നായിട്ട് പണിയെടുപ്പിക്കും വിശാഖിന്. ഫസ്റ്റ് പടം തൊട്ടിട്ട് ട്രക്കിങ്ങിന് ഇതേപോലെ അസിസ്റ്റന്റിന് ഇവൻ കട്ട് ചെയ്തു. അപ്പോ അല്ല, അസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. എന്താ അസിസ്റ്റൻസ് ഒന്നും പറ്റില്ല, ഇത്ര ചെറിയ അസിസ്റ്റൻസ്. അപ്പൊ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ബാഗ് സാധനങ്ങളൊക്കെ താൻ തന്നെ അങ്ങ് പിടി, ഞാൻ കയറട്ടെ. വിശാഖിന്റെ വിശാഖ് അമ്മുവിന്റെ ബാഗ് തോളത്തു, എന്റെ ബാഗ് മല കയറുന്ന മൂന്നാറ്. എന്നെ മൊത്തം പക്ഷെ ആ കാശ് അങ്ങനെ മറ്റേ തിരുമലിന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പൈസ പോയല്ലോ. പക്ഷെ നമ്മൾ എന്ത് ലാഭിച്ചാലും ആ പൈസ നഷ്ടപ്പെട്ടല്ലോ. പക്ഷെ പൈസ നഷ്ടപ്പെട്ടില്ല, ഞാൻ കൊടുത്തൊന്നുമില്ല. എനിക്ക് അത്രയും എന്റെ ബോഡി ഉണ്ട്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, അമ്മ വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ പല ഇന്റർവ്യൂവിൽ ഈ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്റെ തറവാട് വീട്ടിലേക്ക് പോയ ഒരു ഫീല് മാത്രമാണ് എനിക്ക് ഉണ്ടായത്. വേറെ ഒന്നും ഞാൻ സിനിമയെ കുറിച്ച് പറയില്ല. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകുമെന്ന് പറയാം. ഒരു ഇന്റർവ്യൂവിലും പറയാം. ആദ്യം 2-3 സിനിമയുടെ ഇന്റർവ്യൂ ആയിട്ട് വന്നപ്പോൾ ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഈ ധ്യാൻ ആദ്യമായിട്ടല്ലേ അമ്മ കാണുന്നതും? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അമ്മയായിട്ട് കോമ്പിനേഷൻ കുറവായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഒരു 2 സീനില് നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ഒരു സീനിലുണ്ടായിരുന്നു. എല്ലാ കോമ്പിനേഷൻസ് ടോക്കി സാധനങ്ങളൊക്കെ കുറവായിരുന്നു അല്ലേ? ഈ വിനീതിന്റെ അടുത്ത് ഏറ്റവും ദേഷ്യം തോന്നിയ ഒരു സന്ദർഭം എപ്പോഴായിരിക്കും? നിങ്ങൾ ചോദിക്കും. ഏറ്റവും സന്ദർഭം ദേഷ്യം തോന്നി ഏതെങ്കിലും സമയത്തുണ്ടാവല്ലോ ഒരു ദേഷ്യം. ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഇങ്ങനെ, അങ്ങനെ തോന്നിയ ഒരു സന്ദർഭം ഏതായിരിക്കും? അങ്ങനെ ഭയങ്കര ദേഷ്യം തോന്നിയ സന്ദർഭമൊന്നുമില്ല. ഇല്ല, അങ്ങനത്തെ സംഭവം ഇല്ല. ഏറ്റവും ഇഷ്ടം തോന്നിയത് എപ്പോഴാ? അങ്ങനെയില്ല, ഒന്നുമില്ല. ഇഷ്ടം തോന്നാനും ദേഷ്യം തോന്നാനും ഉള്ള 2 സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞു. നമ്മളിപ്പോ ഈ സിനിമ അല്ലെങ്കിൽ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മളിപ്പോ അടുത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ആദ്യത്തെ ഇതിന്റെ പ്രധാന പ്രശ്നം വെച്ചാൽ മോണിറ്ററും പോകുന്ന സ്ഥലത്തൊക്കെ മോണിറ്ററും സ്പോട്ടും ഉണ്ടാവും, എഡിറ്റും. അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയം നമ്മൾ എന്താണ് ചെയ്തതെന്ന് നമുക്കൊരു ആക്ടേഴ്സിന് നമുക്കൊരു ജഡ്ജ്മെന്റ്, ആൾക്കാർ ജസ്റ്റ് 1-2 സാധനം ലുക്ക് കാര്യങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് അറിയാനുള്ള കൗതുകമല്ല. എന്നാലും അതെ നമുക്ക് അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇത് അറിയാനുള്ള ഒരു സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഇപ്പൊ എല്ലാരും സ്പോട്ടൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത് കണ്ട് പോവാം, സിനിമ കണ്ട് പോവാം. അപ്പം ഇപ്പൊ അപ്പുറത്ത് ഞാൻ ഡിജോന്റെ പടത്തിൽ നിന്ന് ഡിജോ എല്ലാ സാധനങ്ങളും തലേദിവസം ചെയ്ത സാധനം കാണിച്ചിട്ട് അടിയോ ഇതാണ് ചെയ്തത്, ഇത് നമുക്കിന്ന് മാറ്റി പിടിക്കും, ഇങ്ങനെയൊക്കെ കണ്ട സാധനത്തിന് നമ്മൾ കണ്ട് പോകുമ്പോൾ സ്പോട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഗുണമാണ്, ആക്ച്വലി ഗുണമാണ്. പക്ഷെ ഏട്ടന്റെ കേസിൽ ഏട്ടൻ പറയുന്നത് അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. സത്യം പറഞ്ഞ കുറെ സമയം പോകും. എല്ലാരും വന്ന് കാണും, പിന്നെ ഡിസ്കഷൻ ഉണ്ടാവും, ഒന്നുകൂടെ എടുക്കണം തോന്നും. സ്പോട്ട് എഡിറ്റർ പറയും അവിടെ ഒരു ക്ലോസ് എടുക്കാം. നമ്മള് സിനിമാറ്റിക് ലാംഗ്വേജ് ഉണ്ടല്ലോ, നമ്മളൊരു ഷോർട്ട് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ, അവരെ അതിനെ പറ്റിയിട്ട് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അവര് ഇതിനൊരു ക്ലോസും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും.
അപ്പം നമ്മൾ എടുത്തതിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കറക്റ്റ് ചെയ്യുന്ന ഒരു എഡിറ്റർ എൻ്റെ കൂടെ ഉണ്ട്, രഞ്ജേട്ടൻ. അപ്പോൾ രഞ്ജേട്ടൻ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഇപ്പൊ മെയിൻ ആയിട്ട് സ്പോട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ ആക്ഷൻ കണ്ടിന്യൂറ്റി കറക്റ്റ് ആയിട്ട് നമുക്ക് പിടിക്കണമെങ്കിൽ പഴയ പോലെ എല്ലാവരും പഴയ പേപ്പറിലൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകും. അപ്പൊ ആക്ഷൻ കണ്ടിന്യൂറ്റി പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പം പെട്ടെന്ന് ഒരു സാധനം അപ്പൊ കൃത്യമായി നോട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര പണിയാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്. അവരുടെ പണി കുറച്ചുകൂടെ ഈസി ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ് സ്പോട്ട് വെക്കുന്നത്. പലരും ആക്ഷൻ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി മാത്രം സ്പോട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കും ഗുണം ചില സാധനങ്ങൾ കണ്ടിട്ട് ഒന്ന് ഇതെങ്ങനെയല്ല ഇതെന്ന്. അപ്പം ഫസ്റ്റ് 3-4 ദിവസം എനിക്കും അപ്പൂനും യാതൊരുവിധ ജഡ്ജ്മെന്റും ഇല്ല. ഏത് എന്താ ചെയ്യുന്നതെന്നോ എന്താണ് ഇത് പരിപാടിയെന്നോ നമുക്ക് ഈ ലുക്ക് എന്താണെന്നോ ഒന്നും അറിയില്ല. കാരണം ഈ ചെറിയ സാധനത്തിന് നമ്മൾ ഔട്ട് കാണുമ്പോൾ അപ്പൂനും എന്താ പരിപാടി എന്ന് കിട്ടുന്നില്ല, എനിക്കും. കാരണം നമ്മൾ ഓൺ സ്ക്രീൻ ഈ കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ടോ, ഈ സാധനം എന്താണ് നമുക്കറിയണമല്ലോ, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും രീതിയിൽ ഓക്കെ ആണ്. അപ്പൊ ഏട്ടൻ പറയുന്നിടത്ത് നമ്മൾ ഓക്കെ, ഏട്ടൻ അത് കൃത്യമായി കൺസീവ് ചെയ്തിട്ട് ഏട്ടൻ അറിയാലോ ഇതാണ് വേണ്ടതെന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ആസ് ആക്ടർ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു ഫസ്റ്റ് 4-5 ദിവസം. പിന്നെ ഇവിടെ പരിപാടി ഇതാണെന്ന് നമുക്ക് മനസ്സിലായുണ്ട്. കാരണം തിരയിലും സ്പോട്ട് യൂസ് ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എനിക്കറിയാം. പക്ഷെ ഇത് കുറച്ച് ഹെവി പരിപാടിയല്ലേ, കുറച്ച് ഇമോഷണൽ ഒരു റോളർ കോസ്റ്റർ പരിപാടി ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒരൊറ്റ മീറ്റർ ഒരൊറ്റ മൂട് പിടിച്ചു പോയാൽ ത്രൂ ഔട്ട് അതാ. ഇത് കുറെ വേരിയേഷൻസും കുറെ ചേഞ്ച് ഓവറും മേക്ക് ഓവറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് എന്താണെന്ന് അറിഞ്ഞു പോയിരുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതാണ് എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസത്തിന് ഒരു മറ്റേ കോൺട്രാക്ട് ഇവിടുന്ന് കരാറെടുത്തിട്ട് അടിച്ച് തീർക്കണം. അപ്പൊ ഞാൻ ഇത് എന്തോ ദേഷ്യമുണ്ടോ. കാരണം ചില സ്ഥലത്തൊക്കെ ഫോക്കസ് ഔട്ട് പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ 1-2 ഷോട്ടൊക്കെ അത് മതി. അപ്പൊ നമ്മുടെ ഫോക്കസ് കാരണം ഞാൻ ഫൈനൽ കട്ട് ആലോചിക്കുന്ന ഹൈദർക്ക. ഫൈനൽ കട്ടിൽ എനിക്ക് എന്താന്ന് വെച്ചാൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ അപ്പുറത്തുനിന്ന് ഒരു ഓയസസ് പോകുന്നുണ്ട്, അത് ഷാർപ്പാണ്, അത് മതി. ഇൻ ബിറ്റ്വീൻ നമ്മൾ യൂസ് ചെയ്യാത്ത സ്ഥലത്ത് ഫോക്കസ് പോയാലും നമുക്ക് പ്രശ്നമല്ലല്ലോ. ധ്യാൻ എന്നിട്ട് ഫോക്കസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ലാസ്റ്റ് ചോദിച്ചു, കഴിഞ്ഞ ഫോക്കസ് നന്നായിട്ടുള്ള പടങ്ങളൊക്കെ നന്നായിട്ട് ഓടിയിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു അതില്ല പറഞ്ഞിട്ട് പോയി. ഫോക്കസിന്റെ പുറത്താണ് ഒരു സിനിമ ഓടുന്നത്, അല്ലല്ലോ, പടം എന്താണല്ലോ. പിന്നെ ഇടക്ക് എനിക്കിപ്പോ പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന ഗിംബൽ ചെറിയൊരു സ്റ്റഡി ജർക്കൊക്കെ വരുവാണെങ്കിൽ അതെല്ലാം ഒക്കെ വെക്കും. അപ്പൊ വിഷൻ ആണെങ്കിൽ അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്തൂടെ, ചെയ്യാം. ഫോക്കസ് ഷാർപ്പ് ചെയ്തൂടെ, ചെയ്യാം. അവൻ എന്ത് പറഞ്ഞാലും ചെയ്യാന്നല്ലാതെ പറയൂല. അല്ല എന്ത് പറഞ്ഞാലും പറയുന്നുണ്ടെങ്കിലും സിനിമ മൊത്തത്തിൽ കണ്ടില്ലല്ലോ. അല്ല മൊത്തത്തിൽ സിനിമ കണ്ടോ? കണ്ടവര് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, എല്ലാം അവിടെ തന്നെ ഉണ്ട്. ആ മുഖത്തോട്ടൊന്നും അവിടെ ഇല്ല, അതൊക്കെ പിന്നീട് തരും ഞങ്ങൾ പിന്നീട് അതൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് ഇറക്കുന്നുണ്ട്. ഇതൊക്കെ ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി. വെറുതെ നന്നായിട്ട് ചെയ്യുന്ന പയ്യനെ വെറുതെ. അല്ല വിഷനൊക്കെ നമ്മുടെ ഒരു സോൾജർ ആണ്. പിന്നെ അല്ലാതെ എന്നോട് പറഞ്ഞറിയാം, സോൾജർ പറഞ്ഞ കാര്യം സോൾജർ എന്നോട് പറഞ്ഞ, ഞാൻ സോൾജറോട് ഒന്ന് രാവിലെ വിളിക്കും, അല്ലെങ്കിൽ എന്താ എടുക്കണേ ചേട്ടാ കിതർ കാം ഹേ, ഇതാണ് സോൾജറിന്റെ അവസ്ഥ. ഭയ്യ കുച്ചിനേക്ക് പട്ട ഇന്ന് അവിടെ തേക്കണം എന്ന് പറയും, അവിടെ തേക്കും, ഇവിടെ തേക്കണം. എന്നിട്ട് അവൻ ഒരു ദിവസം പാക്കപ്പ് ആവുന്ന ദിവസം ഞാൻ അവൻ നടന്നു വരിക, നടന്നു വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നിന്റെ ഏട്ടൻ ചെയ്യുന്ന ഇതിനേക്കാളും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഞാൻ എന്താ അതെന്താ അപ്പം ഇതാണ് ഇവരെ സോൾജർ കമാൻഡറിനെ പറ്റിയുള്ള അഭിപ്രായം. പക്ഷേ ഞാൻ സോൾജറിനില്ലേ അവന്റെ ഉപ്പാടളകിട്ട് 1 മാസം ഷൂട്ട് ചെയ്തിട്ടില്ല. അല്ല പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ എടുത്തു തരും. അടിപൊളിയാണ് വിഷൻ. ഒരു നോ ഇതുവരെ കഴിഞ്ഞ 2 പടത്തില് ഞാൻ കേട്ടിട്ടുണ്ട്. വിശ്വ എന്ന് പറഞ്ഞ ഓക്കെ എന്നാ പിന്നീടാ എന്ന് പറഞ്ഞിട്ട് അപ്പം സ്പോട്ടില് ഞാനല്ലാതെ പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും പുള്ളിയുടെ ചങ്കാണ്, ഒരു മാറ്റമില്ല. നമ്മുടെ എല്ലാവരുടെയും ചങ്ക ഇവിടെ ബട്ടിയാ. ഓക്കെ അല്ലേ, ഗംഭീരമായിട്ടെ സിനിമ. താങ്ക് യു. അവിടെ ഉണ്ടാവും ഒരു രസകരമായ ഒരു മുഹൂർത്തം കൂടെ പറയാം. രസകരമായ മുഹൂർത്തം. അയ്യോ മുഹൂർത്തം നമ്മൾ ചോദിച്ച് മുഹൂർത്തം കവിഞ്ഞ് ഒരു രസകരമായ ധ്യാനിന്റെ ഒരു രസകരമായ മുഹൂർത്തം അവിടെ വെച്ചുണ്ടായി.
അവിടെ വെച്ചുണ്ടായിരുന്നു. എനിക്കിപ്പോ രസകരമായിട്ട് തോന്നുന്ന ഒറ്റ മുഖത്തേ ഉള്ളൂ, കസേര കളി. വീണ്ടും കറങ്ങി അടിച്ചു വന്നിട്ടുണ്ടല്ലേ? വേണം നമുക്ക് 4 കസേര എടുത്തുകൊണ്ട് ഒന്നുകൂടിയല്ലോ. റെഡിയാണോ? ഈ വേണം 10-ാം തീയതി നമുക്ക് 11-ാം തീയതി കഴിഞ്ഞിട്ട് ഓടാം. 11-ാം തീയതി പടം ഇറങ്ങിയിട്ട് ഒരു കളി കളിക്കും. ഒരു കളി എല്ലാ. പക്ഷേ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു, സിനിമയെ കുറിച്ച് സംസാരിച്ചു, രസകരമായ മുഹൂർത്തങ്ങളുടെ. സിനിമ കഥ പറയാൻ പറ്റാത്തതുകൊണ്ട് സിനിമയിലേക്ക് ഒത്തിരി പോയില്ല. ഇന്നലെ നമ്മൾ കുറെ പോയിട്ടു. ഞാൻ എന്തായാലും സിനിമ കഥയിലേക്ക് പോകുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, പഴയ ലാലേട്ടനെയും പഴയ ശ്രീചേട്ടനെയാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണാൻ വേണ്ടി പോകുന്നത്. അതിന് യാതൊരു മാറ്റമില്ല. അങ്ങനെ ഒന്നും പോണ്ട. ഞാൻ രണ്ടുപേരെയും കാണാൻ പോയത്, അപ്പുവിനെയും എന്നെയും കാണാൻ പോയത്. ബാക്കി നീൻപോളി, ബേസിൽ ജോസഫ്, ബാക്കിയുള്ളവർ കാണാം. ഇവർ രണ്ടാളും കാണാൻ പോട്ടെ കേട്ടോ. പോട്ടെ, അവരെന്തിനാ കാണാൻ പോകുന്നത്? എന്തിനാണ് കമ്പാരിസൺ അല്ലേ? ഞാൻ അഭിനയിക്കുന്ന അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഇത് അമ്മ എന്താ പറഞ്ഞത്? അമ്മ എന്ന് വെച്ചാൽ ഇത് അമ്മ അസോസിയേഷൻ ആണ്. അല്ല, എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനും അവനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്ന് കേട്ടാൽ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യത്തെ ദിവസമൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു ദിവസം സെറ്റിൽ വന്നു ധ്യാൻ എങ്ങനെയുണ്ട്, ധ്യാനം തടി കുറച്ചിട്ടുണ്ടോ, ധ്യാൻ്റെ തടി. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ കൺസേൺ. അവൻ മെലിഞ്ഞപ്പോ ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അടുത്തോണ്ട് ഭയങ്കര സുന്ദരനായിട്ടുണ്ട് ഇപ്പൊ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പണ്ടും സുന്ദരൻ തന്നെ. ആ അമ്മേനെയാണ് ഇവൻ പൊറോട്ട കഥ അപമാനിക്കുന്നത്. ഞാൻ പൊറോട്ട വാങ്ങിച്ചു കൊടുത്തില്ലേ? ശരി, മായച്ചോളാം. ഞാൻ തന്നെ വരണം. അപ്പവുമില്ല, കസേരയില്ല. കസേരകളില്ല. ഈ സിനിമ ഇത് കഴിഞ്ഞിട്ട് 11-ാം തീയതി റിലീസ് കഴിഞ്ഞിട്ട് നമ്മളൊരു യാത്ര തുടങ്ങിയാണ്. തിയേറ്റർ വിസിറ്റ് ഒക്കെ ആയിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ട എല്ലാ മേഖലയിലേക്കും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സൂപ്പർ ഹിറ്റ് ആകട്ടെ. നിന്റെ ഡേറ്റ് ബ്ലോക്ക് ചെയ്തേട്ടാ. ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ മതി. ഡേറ്റ് ബ്ലോക്കാണ്. എന്റെ അടുത്ത് ഇന്ന് രാവിലെ പറഞ്ഞു. പറഞ്ഞല്ലേ? ബ്ലോക്ക് എത്രാം തീയതി നമ്മള് ഡേറ്റ് കൊടുത്തവിടെ? അത് നമ്മൾ ക്യാമറ കെട്ടിട്ട് പുറത്തുനിന്ന് തെളിവാകുന്നോ? എന്റെ കുഴപ്പമില്ല, തെളിവാകുന്നു. ഇപ്പൊ പോകുന്നുണ്ടോ ഇതൊക്കെ? ഇത് അപ്ലോഡ് ആയി. സൂപ്പർ സിനിമ ആകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. കൂടാൻ ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരട്ടെ. താങ്ക് യു സോ മച്ച്.